ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആപ്പിൾ സിഇഒ ടിം കുക്കിനോടായിരുന്നു ട്രംപിന്റെ കൽപ്പന. ഇന്ത്യ പാക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങളെ ഇന്ത്യ തള്ളിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നിർദ്ദേശം വരുന്നത്. ഖത്തറിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ട്രംപ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇന്ത്യക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാമെന്ന് ടിം കുക്കിനോട് താൻ പറഞ്ഞുവെന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം തീരുവ ഇല്ലാതാക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം നൽകിയതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. വലിയൊരു ടെക് ഉൽപ്പാദന കേന്ദ്രമായി മാറാനും ആപ്പിളിന്റെ വിതരണ ശൃംഖലയിലെ പ്രധാനിയാകാനുമുള്ള ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാണ് ട്രംപിന്റെ ഈ നിലപാട്. അമേരിക്കയും ചൈനയുമായുള്ള തീരുവ യുദ്ധം വികസിച്ചതോടെ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തങ്ങളുടെ ഉൽപ്പാദന പ്ലാന്റുകൾ മാറ്റാൻ ആപ്പിൾ തീരുമാനിച്ചിരുന്നു. അമേരിക്കയിൽ വിൽക്കുന്ന ഭൂരിഭാഗം ഐഫോണുകളുടെ നിർമ്മാണം ജൂണോടുകൂടി ഇന്ത്യയിലേക്ക് മാറ്റാനായിരുന്നു പദ്ധതി. എന്നാൽ ആ നീക്കത്തിനാണ് ട്രംപ് ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. അടുത്ത 4 വർഷം കൊണ്ട് അമേരിക്കയിൽ $500 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന് ആപ്പിൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അക്കാര്യത്തിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ ട്രംപ് ഇന്ത്യയിലേക്ക് പോകുന്നതിനോട് പക്ഷേ താല്പര്യമില്ലെന്നും ടിം കുക്കിനെ അറിയിക്കുകയായിരുന്നു. കൂടാതെ ലോകത്തിൽ ഏറ്റവും അധികം തീരുവ ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ത്യയെ വീണ്ടും ട്രംപ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കച്ചവടം നടത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും പറയുന്നുണ്ട് ട്രംപ്. നിലവിൽ ചൈനയിലും ഇന്ത്യയിലുമാണ് ആപ്പിളിന്റെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ഉള്ളത്. ചൈനയിലെ ഷെങ്ഷോയിലുള്ള ഐഫോൺ സിറ്റിയാണ് ഏറ്റവും വലിയ പ്ലാന്റ്. ഫോക്സോൺ എന്ന തായ്വാനീസ് ഇലക്ട്രോണിക്സ് കമ്പനിയാണ് അതിന്റെ കരാറുകാർ. ചൈന കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലുമാണ് ആപ്പിളിന് വലിയ നിർമ്മാണ യൂണിറ്റുകൾ ഉള്ളത്. 3ന്റെയും മേൽനോട്ടം വഹിക്കുന്നതും ഫോക്സോൺ തന്നെ. ബംഗളൂരുവിലെ ഹൊസൂരിൽ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ നേതൃത്വത്തിലും ആപ്പിൾ പ്ലാന്റ് ആരംഭിച്ചിട്ടുണ്ട്. ട്രംപിന്റെ തീരുവ യുദ്ധം ആരംഭിച്ചതോടെ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാകുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ചൈനയുടെ കാര്യത്തിലുള്ള അനിശ്ചിതത്വവും ഉൽപ്പാദന കേന്ദ്രമാകാനുള്ള ഇന്ത്യയുടെ ആഗ്രഹം കൂടിയായതോടെ ആപ്പിൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം ചർച്ചയുടെ പാതയിലാണ്. പകരം തീരുവയുടെ കാര്യത്തിലും ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന വിലയിരുത്തലുകളും സജീവമാണ്. അങ്ങനെയിരിക്കെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നത്. സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിനുള്ള ഇന്ത്യയുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് കീഴിൽ ലഭ്യമാകുന്ന സബ്സിഡികളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് ആപ്പിളും അതിന്റെ ഉൽപ്പാദന പങ്കാളികളും. പദ്ധതി പ്രകാരം 2022-23 മുതൽ 2024-25 വരെ 3 വർഷങ്ങളിൽ $100 കോടി ഇളവുകളാണ് ആപ്പിളിന് ലഭിച്ചത്. ഐഫോൺ മാത്രമല്ല, ഐമാക്, എയർപോഡ്, ആപ്പിൾ TV, ഐപാഡ്, ആപ്പിൾ വാച്ച് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തദ്ദേശീയരായ ആയിരക്കണക്കിന് പേരാണ് ഈ പ്ലാന്റുകളിലെല്ലാം ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ മാർച്ചിൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതി ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. അതിൽ ഭൂരിഭാഗവും കൊണ്ടുപോയത് അമേരിക്കയിലേക്കായിരുന്നു. സാധാരണ ഒരു വർഷം 11,000 കോടി രൂപയുടെ ആപ്പിൾ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ 20,000 കോടി രൂപയെ അത് കുതിച്ചുയർന്നിട്ടുണ്ട് എന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ആപ്പിളുമായുള്ള സഹകരണം വർദ്ധിച്ചിരുന്ന കാലത്തു കൂടിയാണ് ട്രംപിന്റെ ഉടക്ക് വീഴുന്നതെന്നതും പ്രസക്തമാണ്. ഒപ്പം അമേരിക്കയുമായി വ്യാപാര കരാർ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അതിനിടെയാണ് ലോകത്തെ ഏറ്റവും തീരുവയുള്ള രാജ്യമെന്ന വിശേഷണവും വീണ്ടും ഇന്ത്യക്ക് മേൽ ട്രംപ് ആവർത്തിക്കുന്നത്. അതെല്ലാം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്.